ഞങ്ങൾക്കതിൽ ഇടപെടേണ്ട കാര്യമില്ല. കോൺഗ്രസിൽ വലിയ തർക്കമാണ്, വലിയ പൊട്ടിത്തെറികളാണ് നടക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ സുധാകരനെ മാറ്റിയാലും സുധാകരനെ മാറ്റിയില്ലെങ്കിലും ഒക്കെ തർക്കമായി. അത് അടുത്ത 2026 കഴിഞ്ഞാലും അവസാനിക്കില്ല. ഞങ്ങൾക്ക് കോൺഗ്രസ് അല്ലേ, കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആര് മാറിയാലും മാറിയില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താ? ഞങ്ങൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാന്ന് നോക്കിയിട്ട് നിലപാട് സ്വീകരിക്കുന്നവരൊന്നുമല്ല. കോൺഗ്രസിന്റെ പ്രസിഡന്റിന്റെ പ്രശ്നമല്ല അവിടെ നിലപാടും നയവുമാണ് പ്രശ്നം. കോൺഗ്രസ് ഈ കാലം അത്രയും ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളിമാരായിട്ട് ടാറ്റയെയും ബിർളയെയും അദാനിയെയും അംബാനിയെയും ഒക്കെ വളർത്തിയെടുക്കുക എന്നുള്ള, ഭൂപ്രഭുക്കന്മാരെ നിലനിർത്തുക എന്നുള്ള സാമ്രാജ്യത്വ സാമ്പത്തിക ശക്തികൾക്ക് പൂർണ്ണമായിട്ട് അടിയറ പറയുന്ന നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. അത് തന്നെയാണ് BJP. ഒരു വ്യത്യാസമില്ല, അന്നുമില്ല ഇന്നുമില്ല, ഒരേ വർഗ നിലപാടാണ്. പൊട്ടിത്തെറിയാം നല്ല രീതിയിൽ. അത് ശക്തിയായിട്ടാണല്ലോ കൂടുതൽ ഉള്ളത്. അതാണല്ലോ ഇപ്പോഴത്തെ നില. വളരെ ശക്തിപ്പെട്ട നിലയാണുള്ളത്. കാരണം 2 ഗ്രൂപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും. അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് എന്നെ മൂലക്കിരുത്താൻ ശ്രമിക്കുക. ഞാനിന്ന് പറയേണ്ട വിഷയം, എന്നെ മൂലക്കിരുത്താൻ ശ്രമിക്കുകയാണ് പാർട്ടിക്കകത്ത് തന്നെയുള്ള ഒരു ഗ്രൂപ്പും നേതാവും. അത്രയും പറഞ്ഞ സ്ഥിതിയിൽ ആരാണ് എന്ന് നിങ്ങൾക്കെല്ലാം വ്യക്തമല്ലേ?